വാമനപുരം മണ്ഡലത്തിൽ 50 വർഷം ഭരിച്ച ഇടതുപക്ഷം ഒന്നും ഒരു ഗവൺമെന്റ് കോളേജ് പോലും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറയുകയാണ് UDFന്റെ സ്ഥാനാർത്ഥി സുധീർ ഷാപാലോട്. മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ മികച്ച ആരോഗ്യ സംവിധാനങ്ങളും മണ്ഡലത്തിലില്ല എന്ന് അദ്ദേഹം പറയുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ സമസ്ത മേഖലയിലെയും ജനങ്ങളുടെ പിന്തുണ ഇത്തവണ തനിക്ക് ലഭിക്കുമെന്നാണ് സുധീർ ഷാപാലോടിന്റെ പ്രതീക്ഷ. വാമനപുരം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ യുവമുഖം സുധീർ ഷാപാലോട് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന മണ്ഡലമാണ്. പാർട്ടി വലിയ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്, DCC വൈസ് പ്രസിഡന്റാണ്. പുതിയ ഉത്തരവാദിത്തത്തെ എങ്ങനെയാണ് കാണുന്നത്? പിടിച്ചെടുക്കാൻ തന്നെയാണ് തീരുമാനം? 100% വലിയ പോരാട്ടമല്ല, ചരിത്ര വിജയത്തിലേക്ക് വാമനപുരം നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ 5 പതിറ്റാണ്ട് 50 വർഷക്കാലം ഈ നിയോജക മണ്ഡലം ഭരിച്ച ഇടതുപക്ഷത്തിന്റെ ജനപ്രതിനിധികൾ ഈ നാടിന്റെ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇതിലെ ജില്ലയിലെ തന്നെ ഏറ്റവും ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് കോൺഗ്രസിന്റെ. യുവാക്കളുടെ വോട്ട് കൂടെ നിർത്താനാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? തീർച്ചയായും മണ്ഡലത്തിലെ യുവാക്കളുടെ മാത്രമല്ല സമസ്ത ജനവിഭാഗത്തിന്റെയും വലിയ പിന്തുണയാണ് രാഷ്ട്രീയത്തിന് അതീതമായി ലഭിക്കുന്നത്. തീർച്ചയായും ഇത് ഈ വാമനപുരം നിയോജക മണ്ഡലത്തിലെ ഇടതു ദുർഭരണത്തിന്റെ കൗണ്ട് ഡൗൺ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 70-ന് ശേഷം ഇങ്ങോട്ട് കോൺഗ്രസിന് ആധിപത്യം പുലർത്താൻ മണ്ഡലത്തിലായിട്ടില്ല. അപ്പോൾ ഇത്തവണ ജനങ്ങളോട് എന്ത് പറഞ്ഞിട്ടാണ് വോട്ട് തേടുന്നത്? വികസനം തന്നെയാണോ പറയുന്നത്? എന്താണ് ചൂണ്ടിക്കാണിക്കുന്ന കാരണം? എന്താണ് പ്രചാരണ വിഷയം? എന്താണ് ഈ നിയോജക മണ്ഡലത്തിൽ ഇത്രത്തോളം വികസന മുരടിപ്പ് ബാധിച്ച ഒരു നിയോജക മണ്ഡലം വേറൊന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്വന്തമായി 50 വർഷക്കാലം ഭരിച്ചിട്ട് സ്വന്തമായി ഒരു ഗവൺമെന്റ് കോളേജ് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം, 5 പേർക്ക് തൊഴിൽ കൊടുക്കുവാൻ ഒരു സംവിധാനവുമില്ലാത്ത ഒരു നിയോജക മണ്ഡലം. ഈ മലയോര നാട് സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരുടെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് മെച്ചപ്പെട്ട ചികിത്സ പോലും ലഭ്യമാക്കുവാൻ ഒരു സംവിധാനവുമില്ലാത്ത ഒരു നിയോജക മണ്ഡലമാണ്. ഇതിലൊരു കാര്യം കൂടി, ഇപ്പൊ സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് ഈ ജില്ലയിലെ കോൺഗ്രസിന്റെ വിജയത്തിനെ സ്വാധീനിക്കാൻ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാഹചര്യം ഉണ്ടോ? ഇപ്പോൾ ഒരിക്കലുമില്ല. നിങ്ങൾ കാണുന്നില്ലേ ഈ വർദ്ധിച്ച ആവേശം? ഒരു സംഘടനാ പ്രശ്നവുമില്ല, ഒരു തർക്കവുമില്ല. ഉറപ്പാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ 100-ലധികം സീറ്റ് നേടി കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിൽ ഒന്ന് വാമനപുരമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. ഏതായാലും ഈ മണ്ഡലത്തിലെ CPM പുലർത്തിയിരിക്കുന്ന ആധിപത്യം ഈ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും സംസ്ഥാനത്ത് 100-ലധികം സീറ്റോടെ UDF അധികാരത്തിലേറുമ്പോൾ അതിലൊരു സംഭാവന നൽകുന്ന മണ്ഡലം വാമനപുരം മണ്ഡലമായിരിക്കുമെന്ന പ്രതീക്ഷയാണ് സുധീർ ഷാപാലോട് പങ്കുവെക്കുന്നത്. ജിനുവിനൊപ്പം അജ്മൽ ദിറാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.